ലോക്സഭാ തിരഞ്ഞെടുപ്പ് 2024 കേരളത്തിന്റെ കണ്ണ് തൃശൂരിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അവസാന നിമിഷം ഉണ്ടാക്കിയ ആ ഒരു ട്വിസ്റ്റ് തൃശൂരിന്റെ നമ്മുടെ പോരാട്ടത്തിന്റെ ചൂട് കൂട്ടി എന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ തവണ 2019 പൊതു തിരഞ്ഞെടുപ്പിൽ തൃശൂർ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധാ കേന്ദ്രങ്ങളായ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു. 2024 വന്നാൽ സിറ്റിംഗ് MP ആയ TN പ്രതാപനായി കോൺഗ്രസ് പ്രവർത്തകർ തൃശൂരിൽ ഏറെ നേരത്തെ തന്നെ ചുവരെഴുത്തും അതുപോലെ തന്നെ പ്രചാരണവും ഒക്കെ ആരംഭിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷ ആ ഒരു ട്വിസ്റ്റിൽ നിലവിലെ വടകര MP-യും അതുപോലെ തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥിയായി പറയപ്പെട്ടിരുന്ന ആളുമായിരുന്ന നമ്മുടെ K മുരളീധരൻ തൃശൂരിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി എത്തുകയായിരുന്നു. അതേസമയം വീണ്ടും ഒരിക്കൽ കൂടി തൃശൂരിൽ നിന്ന് ജനവിധി തേടുകയാണ് നമ്മുടെ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി. കേരളത്തിൽ BJP പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ എന്നത് എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷ മുന്നണിയാവട്ടെ തൃശൂർ ജില്ലയിലെ CPIയുടെ ജനകീയ മുഖമായ VS സുനിൽകുമാറിനെ ഇറക്കിയാണ് നമ്മുടെ അംഗം മുറുക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ തൃശൂരുകാർ ആരെയാണ് ഇത്തവണ തുണയ്ക്കുക? ഞങ്ങൾ തൃശൂരിലെ വിവിധ ഇടങ്ങളിലൂടെ നടത്തിയ ഒരു അഭിപ്രായ സർവേയിലേക്ക് പോയി വരാം. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്രാവശ്യം നല്ല രസമുള്ളൊരു മത്സരം നടക്കുന്നത്. 3 പേരുടെ ത്രികോണ മത്സരം തന്നെയാണ്. ഇപ്പം K മുരളീധരനും കൂടെ വന്നതോടുകൂടി ഇവിടെ മത്സരം നന്നായി കൊഴുത്തിട്ടുണ്ട്. പിന്നെ സുനിൽകുമാർ തൃശ്ശൂരിൻ്റെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയാണ്. ഒട്ടും മോശമല്ലാതെ സുരേഷ് ഗോപി ഉണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടൊരു റിസൾട്ട് പറയാൻ പറ്റില്ല. എന്നാലും കുറച്ചുകൂടെ മുൻതൂക്കം മുരളീധരനാണെന്ന് തോന്നുന്നു. വിജയ സാധ്യത എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ഇവിടുത്തെ ഈ CPIയുടെ സ്ഥാനാർത്ഥിയാണ് വിജയിക്കാറുള്ളതും CPIക്കുള്ള ഒരു ഇതായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ജനസമ്മതനായിട്ടുള്ള ഒരു നേതാവാണ് സുനിൽകുമാർ. അപ്പം അദ്ദേഹത്തിന് വിജയം ഉറപ്പാവുന്നുള്ളതാണ് കരുതുന്നത്. തീർച്ചയായിട്ടും ജയിക്കും. കാരണം അദ്ദേഹം 2019 അതിനുവേണ്ടി ശ്രമിച്ചതാണ്. അന്നത്തെ സാഹചര്യത്തിൽ വളരെ വ്യത്യാസമാണ് ഇപ്പോഴത്തെ സാഹചര്യം. വളരെ വ്യത്യാസം. അദ്ദേഹം ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാവും എന്നുള്ളൊരു ഉറപ്പല്ല കൃത്യമായിട്ട് നമുക്കറിയാവുന്ന കാര്യമല്ലേ. അങ്ങനൊരു മോഡിയുടെ ഗ്യാരണ്ടി അവർ പറയുന്നു. എന്തായാലും അതൊരു ഉറപ്പായിട്ട് നമുക്ക് കൂട്ടാം. അദ്ദേഹം ജയിക്കും, സംശയമില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ തന്നെ. നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ആയി തുടങ്ങിയില്ലേ? ഇപ്പൊ തൃശ്ശൂർ മണ്ഡലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്ര നാളും ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ചിട്ടും കാര്യമായ വികസനം തൃശ്ശൂരിന് വേണ്ടി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, കരുവന്നൂർ പോലുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ വളരെ മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരാളാണ് സുരേഷ് ഗോപി. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും അതിനൊരു പരിഹാരം ഉണ്ടാക്കാനും സുരേഷ് ഗോപിയെ കൊണ്ട് സാധിക്കും എന്നുള്ളത് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. സ്ത്രീകൾക്കാണെങ്കിലും എല്ലാവർക്കും ആ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം തന്നെയാണ് സുരേഷ് ഗോപിക്ക് എല്ലാവരും വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. പറയാൻ പറ്റില്ല. 3 മുന്നണികളും ഒരേ ഇതിലാണ് നിൽക്കണത്. സ്ഥാനാർത്ഥികളൊക്കെ നല്ല സ്ട്രോങ് ആണ്. എന്നാലും കുറച്ച് ഭൂരിപക്ഷം കൂടുതൽ സുരേഷ് ഗോപിക്കാണ് കൂടുതൽ എല്ലാവരും പറയണത്. സുരേഷ് ഗോപിയാണ് ജയിക്കുന്നത് പറയണം. അത് കുറെ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെയാണ് പറയണത്. ഇപ്പോൾ മുരളിക്ക് വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിന്, അതുപോലെ 3 ആളെയും തൃശ്ശൂർകാർക്ക് ആഗ്രഹമുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ്. മുരളിക്ക് ഒരു പ്രിഫറൻസ് കാണുന്നു. LDF വിജയസാധ്യത ഇപ്പം നിൽക്കുന്നത് സുരേഷ് ഗോപിക്കാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ വർഷങ്ങൾക്ക് മുന്നോട്ട് സഹായങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും വീട്ടുകാർക്കും ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപി വരണം എന്നാണ് ആഗ്രഹം. ഒന്ന് മാറ്റി ചിന്തിച്ചു നോക്കാന്ന് വിചാരിച്ചു. സുരേഷ് ഗോപിക്ക് ഒരു അവസരം കൊടുക്കാന്ന് വിചാരിച്ചു. പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കണ്ടീഷനൊന്നും പറയാൻ പറ്റില്ല. മുരളിക്ക് തന്നെ ആവുമോ? അത് ഞങ്ങളുടെ സുനിൽ ചേട്ടൻ തന്നെയാണ് ജയിക്കുന്നുള്ള ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഓണസ്റ്റിയിൽ മത്സരിച്ചു കഴിഞ്ഞാൽ ഫെയ്ത്ത് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് ഓണസ്റ്റിയിൽ മത്സരിച്ചു കഴിഞ്ഞാൽ കണ്ടസ്റ്റ് ചെയ്ത് മത്സരിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി തീർച്ചയായിട്ടും ജയിക്കുന്ന എനിക്ക് പറയുന്നത്. ഞാൻ എന്തായാലും ആർക്ക് വോട്ട് കൊടുക്കുന്നുണ്ട്? ഉണ്ടെങ്കിൽ വോട്ട് കൊടുക്കാൻ താല്പര്യമില്ല. സുരേഷ് ഗോപി അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്?
മൊത്തത്തിൽ ആളെ കാണുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരാളല്ല. പിന്നെ മൊത്തത്തിൽ സിനിമയിലൊക്കെ വന്നിട്ടുള്ള വ്യക്തിയല്ല, അപ്പോൾ അത് കാരണം കുറേ നമുക്കറിയാം. പിന്നെ ഈ കോടീശ്വരൻ അങ്ങനത്തെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കാരണം കുറേ ആളെ പറ്റി അറിയാം. അതുകൊണ്ടാണ് സംസാരിച്ചത് മാത്രം. വിജയസാധ്യത LDF-നാണ്. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു പറ്റൊന്നുമില്ല, അവരിവിടെ ശക്തരാണ്. അപ്പോൾ പിന്നെ മറ്റുള്ള ഇതുകളൊന്നും അത്ര വലിയ സംഭവമല്ല, അതുകൊണ്ടല്ല, അല്ലാണ്ട് വേറൊന്നുമില്ല. പാരമ്പര്യം തുടർന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ മകൻ നിൽക്കുന്നുണ്ടല്ലോ, പാരമ്പര്യങ്ങൾ തുടരാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ മകൻ നിൽക്കുന്നുണ്ടല്ലോ മുരളീധരൻ സാറ്. നല്ല സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മുരളീധരന് എന്തുകൊണ്ടാണ്? ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ ഭരണം അങ്ങനെയാണല്ലോ. എന്നാണ് ഞാൻ കുറച്ച് ഇപ്പോൾ നമ്മൾ രണ്ട് പാർട്ടികൾക്കും നമ്മൾ മാറി മാറി കൊടുത്തുല്ലോ. ഇനി ഒരു പരീക്ഷ നമ്മൾ കഴിഞ്ഞോട്ടം തൃശ്ശൂർ കൊടുത്തില്ല, ആൾക്ക് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നു. ആൾക്ക് വികസനങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. തൃശ്ശൂർ മണ്ഡലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ തോന്നുന്നത്? എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല, ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നു. അറിയില്ല. LDF കൊണ്ടായിരിക്കും, അറിയില്ല. ആർക്കാണ് വിജയ സാധ്യത? സുരേഷ് ഗോപിക്ക്. എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപി മനുഷ്യന്മാരെ ഒരുപാട് സഹായിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. BJP-ക്കാന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ്? നല്ല കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ തന്നെ തൃശ്ശൂർ കുറേ പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ. ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും സുരേഷ് ഗോപി നിൽക്കുന്നതുകൊണ്ട് വോട്ട് സ്പ്ലിറ്റ് ആവും. സുരേഷ് ഗോപിക്ക് കുറച്ച് വോട്ട് പിടിക്കും, അത്രയല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? അത് കുറച്ച് ജനപ്രിയനാണ്, അതുകൊണ്ട്. സുനിൽകുമാറിന് ദൃഢനിശ്ചയമാണ് ഞങ്ങൾക്ക്, അത്രയും ജയിക്കുന്നുള്ള നല്ല വിശ്വാസമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനാണ് ഒരു സാധ്യത വെച്ച് കഴിഞ്ഞാൽ ലോക്സഭ ഇലക്ഷനാണ്. ഇവിടെ ആളുള്ള BJP-ക്ക് വോട്ട് ചെയ്യുന്നൊക്കെ അറിയില്ല, പക്ഷെ ഇപ്പോഴും കൂടുതൽ കോൺഗ്രസിന് വോട്ട് ചെയ്യല്ലേ നോക്കുള്ളൂ. നമ്മുടെ ഇത്തവണത്തെ ഇലക്ഷനിൽ ആര് ജയിക്കുന്ന? മുരളീധരൻ ജയിക്കും. എന്തുകൊണ്ടാണ്? അവിടെ കോൺഗ്രസിനൊരു ഇതുള്ള ബേസുള്ള മണ്ഡലമാണ്, അതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും സുനിൽകുമാർ ലീഡ് ചെയ്യും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സുനിൽകുമാർ ജയിക്കണമെന്നാണ് തോന്നുന്നത്. മുരളീധരൻ ജയിക്കും. എന്തുകൊണ്ടാണ്? കാരണം ഇപ്പോൾ കേരള ജനത മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴത്തെ ഭരണം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്നോണം ഉണ്ടായിരിക്കാം. വിജയസാധ്യത സുനിൽകുമാറിനാണ്. സുരേഷ് ഗോപിയെ കൊണ്ടുപോകണം, എന്നാലേ ശരിയാവുള്ളൂ. നല്ല അഭിപ്രായം ഞങ്ങൾക്ക് പറയാനുള്ളൂ. സുരേഷ് ഗോപി ജയിക്കും നല്ല പ്രതീക്ഷയല്ല ഞങ്ങൾ നടക്കണം. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സുരേഷ് ഗോപി ജയിക്കും. എന്തുകൊണ്ടാണ്? തൃശ്ശൂർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിയാണ് ജയിക്കാൻ ചാൻസ്. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ട്രെൻഡ് നോക്കിയിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. മൊത്തത്തിലുള്ള ട്രെൻഡ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ചേട്ടാ, ഇലക്ഷൻ ഇത്തവണ തൃശ്ശൂര് ചേട്ടന്റെ ഓട്ടോയുടെ ബാഗിൽ കൊണ്ട് സുനിച്ചേട്ടൻ ജയിക്കും, ചങ്കാണ് സുനിച്ചേട്ടൻ. അപ്പൊ നമ്മുടെ ഇലക്ഷൻ അപ്പൊ ആര് ജയിക്കും ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ? സുനിച്ചേട്ടൻ തന്നെ, സുനിച്ചേട്ടൻ തന്നെയാ, സുനിച്ചേട്ടൻ തന്നെ, സുനിച്ചേട്ടൻ തന്നെ ജയിക്കും. സാധാരണക്കാരൻ തന്നെയല്ലേ നമ്മുടെ ചങ്കണ് ജയിച്ചിരിക്കും. സുരേഷ് ഗോപിക്ക് ഒരു ചെറിയ ഹോപ്പുണ്ട്. സുരേഷ് ഗോപിക്ക് ചെറിയൊരു ഹോപ്പുണ്ട്. വ്യക്തിപരമായിട്ട് പറയുമ്പോൾ അയാൾ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പൊ അയാൾ ജയിക്കണം, ജയിക്കേണ്ടതാണ്. ജയിച്ചാൽ അയാൾ എന്തായാലും കട്ടുമുടിക്കില്ല. പിന്നെന്താ പറയാ, നമ്മുടെ തൃശ്ശൂരിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും, സംശയമില്ല. തൃശ്ശൂർ ജയിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി ജയിക്കും. 100% ഉറപ്പാ. 100% ഉറപ്പാണ്. അതൊരു വലിയ ജോലിയാണ്. വലിയ ജോലി എന്ന് പറഞ്ഞാൽ ആര് ജയിച്ചിട്ടും കാര്യമില്ല എന്നുള്ള സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. ഇവിടുന്ന് അങ്ങോട്ട് ചാടുക, അവരിങ്ങോട്ട് ചാടുക, നമ്മൾ ജനങ്ങൾ കുട്ടികളും. ഇല്ല, ഒന്നും പറയാം. കോൺഗ്രസ് ജയിക്കുള്ളൂ. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ ഇലക്ഷനിൽ ആര് ജയിക്കും ഇപ്രാവശ്യം? തൃശ്ശൂർ ആര് കൊണ്ടുപോകും? സുരേഷ് ഗോപി. സുരേഷ് ഗോപി കൊണ്ടുപോകും. കൊണ്ടുപോയില്ല, കൊടുക്കാണ്. ബുദ്ധിയുള്ള ജനങ്ങൾ കൊടുക്കും. അതാണ് 2 പ്രാവശ്യം കൊടുത്തിട്ട് ഇപ്പൊ കണ്ടില്ലേ. അപ്പോൾ തിരിച്ചറിവുണ്ടെങ്കിൽ ജനങ്ങൾ കൊടുക്കും. കൊടുത്ത ആൾ കൊണ്ടുപോകും ചെയ്യും. അതാ തൃശ്ശൂർ കേന്ദ്രമന്ത്രി മോദി പറഞ്ഞ വാക്ക് ഗ്യാരണ്ടി. മോദിയുടെ ഗ്യാരണ്ടി തന്നെ. മോദിയുടെ ഗ്യാരണ്ടിയാണ്. അത് നടക്കും. ജയിക്കും എന്നാ തോന്നണേ ഇലക്ഷനില്? സുരേഷ് ഗോപി ജയിക്കണമെന്നാണ് ആഗ്രഹം. സുനിൽകുമാറിനാണ് സാധ്യത. എന്തുകൊണ്ടാ? ജനകീയനായ ഒരാളാണ്, സാധാരണക്കാരനാണ്. പിന്നെ ജനങ്ങൾക്ക് സംസാരിക്കാനും ബന്ധപ്പെടാനും ഒക്കെ സാധിക്കുന്ന ഒരാളാണ്. ഇവിടെ കോൺഗ്രസ് ജയിക്കുള്ളൂ. എന്താ കാരണം? എന്താ തന്നെ ജയിക്കുള്ളൂ.
പറയണ്ട സുരേഷ് ഗോപി പിന്നെ സുരേഷ് ഗോപി. ചേട്ടാ, തൃശ്ശൂരത്തെ ഇലക്ഷനിൽ ഇപ്രാവശ്യം ആര് ജയിക്കുന്ന? സുരേഷ് ഗോപിക്ക് താല്പര്യമുണ്ട്. സുരേഷ് ഗോപി സുരേഷ് ഗോപി. BJP രണ്ടും നടക്കില്ലേ? മാർക്സിസ്റ്റ് കോൺഗ്രസ് തീർന്നു. BJP ജനങ്ങളുടെ കാര്യമാണ്. ചാവട്ടൂരൊന്നും ചെയ്യുന്നില്ല. എല്ലാവരും മാറി മാറി വലിച്ച് അവർക്ക് ഏൽപ്പിച്ചുകൂടെ. പിന്നെ അവർ 5 കൊല്ലം വരിക കൊടുക്കില്ല. BJP വരാണ്ട് നാട് നന്നാവില്ല. BJP വരാണ്ട് നാട് നന്നാവില്ല. ഇലക്ഷൻ ഇപ്രാവശ്യത്തെ തൃശ്ശൂർ ഇലക്ഷൻ ആര് ജയിക്കും എന്നാ ചേട്ടന് തോന്നുന്നു? സുരേഷ് ഗോപി ജയിക്കും. ആ കാരണം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി. പിന്നെ ലൂർദ് മാതാവിന് കിരീടം കൊടുത്തു. അതിന് കുറെ കണ്ടമാന വിവാദങ്ങളൊക്കെ ആയി. അത് അവര് ഇത് ആര് കൊടുക്കണമെന്ന് നോക്കിയാൽ മതി. ആ സ്വർണ്ണമാണോ വെള്ളിയാണോ അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. അത് അവരാളൊരു വഴിപാട് അത് ആൾ കൊടുക്കുന്നു. ഇവിടെ എന്ത് വന്നാലും സുരേഷ് ഗോപി 100% വിജയിക്കും. ഉറപ്പാ എനിക്ക് സുരേഷ് ഗോപി ഉറപ്പാ തരുമെന്ന്. ഞങ്ങൾ നടത്തിയ ആ ഒരു സർവേ പ്രകാരം തൃശ്ശൂരിന്റെ NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിൽ മുന്നിൽ നിൽക്കുന്നത്. തൊട്ടു പിന്നാലെ അതുപോലെ നമ്മുടെ LDFും UDFും ഒപ്പത്തിനൊപ്പം കട്ടയ്ക്ക് മത്സരത്തിലാണ് ഞങ്ങളുടെ ഈ ഒരു സർവേ ഫലത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ നമ്മുടെ ലോക്സഭാ ഇലക്ഷനിലേക്ക്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം തൃശ്ശൂർ ഇക്കുറി ആര് കൊണ്ടുപോകുമെന്ന്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.